യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ അത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യും. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ മന്ത്രം പഠിച്ചിരിക്കണം. ആദ്യമായി ഗണപതി ക്ഷേത്രത്തിൽ നടത്തേണ്ട പ്രാർത്ഥന: ഗജാനനം ഗണപതിം ഗുണാനാമാലയം വരം ദേവം ഗിരിജാസൂനും വന്ദേഹം അമരാർച്ചിതം. ആധുനിക ശാസ്ത്രം പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി സങ്കല്പിച്ചിരിക്കുന്ന സാക്ഷാൽ പരമശിവനെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണോതസ്മി സദാശിവം. സരസ്വതി ക്ഷേത്രത്തിൽ സരസ്വതി മഹാദേവി തിഷു കാലേഷു പൂജ്യതേ കാമരൂപി കലഞ്ജനി നമോ ദേവി സരസ്വതി. അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശസ്ത്രേതുഭ്യം നമോ നമഃ. സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാദം ഊഹം സദാഹം ശരണം ഭവത്യേ എന്ന് പ്രാർത്ഥിക്കണം. ദേവീ സങ്കല്പത്തിലെ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രികമ്പകേ ഗൗരി നാരായണി നമസ്തുതേ. എന്നാൽ ഭദ്രകാളി ക്ഷേത്രത്തിലെത്തുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ധർമ്മച്ച മാം തു പാലയാം എന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കും. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശംഖചക്രം കിരീടകുണ്ടലം പീതവസ്ത്രം സരസീരുഹേഷണം ഹാരവക്ഷസ്ഥല ശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ശ്രീരാമക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ശ്രീരാം ജയ റാം ജയ ജയ റാം ശ്രീരാം ജയ റാം ജയ ജയ റാം എന്ന മന്ത്രമാണ് ചൊല്ലേണ്ടത്. നമസ്തേ.